നമസ്കാരം, യു അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കോപ്പറേഷൻ്റെ പാർട്ടിൽ നിന്ന് കയർ കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിന്ന് ചെയ്യുന്നത് നമ്മൾ HDC ടെക്സ്റ്റിൻ്റെ ബേസിൽ തന്നെയാണ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് അതല്ലാതെ വരുന്ന പോയിൻറ്റ്സ് യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബേസ്ഡ് ഒക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് വേറെ ചെയ്യാം. അപ്പം ക്വസ്റ്റ്യനായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാക്കി പോർഷൻസ് കവർ ചെയ്ത് നമുക്ക് പോകാം. അപ്പം ഇന്ന് ഇതിൻ്റെ ബേസിലുള്ള നോട്ട്സ് നോക്കാം. കയർ ഇൻഡസ്ട്രി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ എക്കണോമിക് സെക്ടർ ഓഫ് കേരള. ഇപ്പോൾ കേരളത്തിൻ്റെ എക്കണോമിക് സെക്ടറിൽ വലിയൊരു പ്രാതിനിധ്യം വഹിക്കുന്നതാണ് കയർ ഇൻഡസ്ട്രിയെ. കയർ കോപ്പറേറ്റീവ് സൊസൈറ്റി കൺസിസ്റ്റ് ഓഫ് 2 ടയർ സെറ്റപ്പ്. അപ്പം കയർ കോപ്പറേറ്റീവ്സ് 2 ടയർ സെറ്റപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രൈമറി കയർ കോപ്പറേറ്റീവ്സ് ബേസ് ലെവലിലും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ അപ്പെക്സ് ലെവലിലും. അപ്പം കയർ കോപ്പറേറ്റീവ്സ് 2 ടയർ സെറ്റപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രൈമറി കയർ കോപ്പറേറ്റീവ്സ് ബേസ് ലെവലിലും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ അപ്പെക്സ് ലെവലിലും വരും. പക്ഷെ നമ്മുടെ റൂളിൽ പറഞ്ഞേക്കുന്നത് പ്രകാരമാണെങ്കിൽ 3 ടയർ സ്ട്രക്ചർ വരും. അതിൽ സെൻട്രൽ കയർ മാർക്കറ്റിംഗ് സൊസൈറ്റി വരുന്നുണ്ട്. പക്ഷെ അത് പ്രാക്ടിക്കലി അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ വർക്ക് ചെയ്യുന്നത് നോർമലി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2 ടയർ സെറ്റപ്പ് എന്ന് എഴുതുക. റൂള് പ്രകാരം ഒന്ന് എടുത്ത് ചോദിച്ചാൽ മാത്രം 3 ടയർ കൊടുക്കുക. അപ്പോൾ HDC ടെക്സ്റ്റിലൊക്കെ ഇത് നോർമലി വർക്ക് ചെയ്യുന്നത് 2 ടയർ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് തന്നെ ഫോളോ ചെയ്യുക. അപ്പം 2 ടയർ സെറ്റപ്പിലാണ് കയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വർക്ക് ചെയ്യുന്നത്. പ്രൈമറി കയർ കോപ്പറേറ്റീവ്സ് ബേസ് ലെവലിലും വരും. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ അപ്പെക്സ് ലെവലിലും വരും. യൂഷ്വലി ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ പ്രൈമറി കയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് ബേസ്ഡ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് വർക്കേഴ്സ് ആൻഡ് ഇറ്റ് വേരീസ് ഫ്രം ഫ്യൂ വാർഡ്സ് ടു എ വില്ലേജ്. അപ്പം കയർ കോപ്പറേറ്റീവ് പ്രൈമറി കയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ബേസ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഓഫ് വർക്കേഴ്സിനെ ബേസ് ചെയ്താണ്. അതൊരു ഫ്യൂ വാർഡ് തുടങ്ങിയ ഒരു വില്ലേജ് വരെയൊക്കെ വരാം. ഇൻ പ്രൈമറി കയർ കോപ്പറേറ്റീവ്സ് മെമ്പർഷിപ്പ് ഈസ് ഓപ്പൺ ടു കയർ വർക്കേഴ്സ് ആൻഡ് 10% ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പ് ഫോർ സിമ്പതൈസേഴ്സ്. ഇപ്പോൾ പ്രൈമറി കയർ കോപ്പറേറ്റീവ്സിലെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടുള്ളത് കയർ വർക്കേഴ്സിനും 10% ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ ഒരു 10% സിമ്പതൈസേഴ്സിനും, അതായത് കയർ മേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മറ്റ് ജോലികളിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാർക്ക്. മാനേജ്മെൻറ്റ് ഓഫ് സച്ച് സൊസൈറ്റീസ് ഈസ് വെസ്റ്റഡ് വിത്ത് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് മെമ്പേഴ്സ്. അപ്പം സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റിൽ വരുന്നത് മെമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. കയർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കേരള വെർ സ്റ്റാർട്ടഡ് ഫ്രം 1950 to 51. അപ്പം കേരളത്തിൽ കയർ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1950-51 കാലഘട്ടത്തിലാണ്. ദ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എയിം അറ്റ് ദ ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഓഫ് ദ കയർ വർക്കേഴ്സ്. ഇപ്പോൾ പ്രൈമറി കയർ സൊസൈറ്റീസ് എയിം ചെയ്തത് ഡെവലപ്മെൻറ്റും വെൽഫെയറും ഒക്കെയാണ് കയർ വർക്കേഴ്സിൻ്റെ. അപ്പം ഇറ്റ്സ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ആർ എസ് ഫോളോസ്. അപ്പം ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഇതിൽ ഏതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് വരുന്നതെന്നൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചു വെക്കണം. ടു എസ്റ്റാബ്ലിഷ് സ്പിന്നിങ് ഫാക്ടറീസ് ഫോർ കയർ വർക്കേഴ്സ്. അപ്പോൾ കയർ വർക്കേഴ്സിന് വേണ്ടി സ്പിന്നിങ് ഫാക്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ടു സ്റ്റാർട്ട് ഓർ ടേക്ക് ഓൺ ലീസ് റെറ്റിംഗ് യാർഡ്സ് ഫോർ ഹസ്ക് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് എമംഗ് കയർ വർക്കേഴ്സ്. അപ്പം അതായത് തൊണ്ടഴുകലിന് വേണ്ടിയിട്ടുള്ള യാർഡുകളൊക്കെ ഒന്നെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെ പാട്ടത്തിനൊക്കെ എടുത്തിട്ട് കയർ വർക്കേഴ്സിന് അതിൻ്റെ സേവനം ഉറപ്പാക്കി കൊടുക്കുക. ടു പർച്ചേസ് ഓർ ഹയർ ടൂൾസ് ഇംപ്ലിമെൻറ്റ്സ് ആൻഡ് മെഷീനറീസ് റിക്വയർഡ് ബൈ കയർ വർക്കേഴ്സ്. അപ്പോൾ കയർ വർക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള ടൂളുകളും ഇംപ്ലിമെൻറ്റും മെഷീനറീസും ഒക്കെ ഒന്നെങ്കിൽ പർച്ചേസ് മേടിക്കുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്തോ ഒക്കെ കൊടുക്കുക. ടു പർച്ചേസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് കയർ യാൺ ആൻഡ് അതർ റോ മെറ്റീരിയൽസ്. അപ്പം കയർ യാണും മറ്റ് റോ മെറ്റീരിയൽസും ഒക്കെ പർച്ചേസ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ടു ആക്ട് ആസ് ഏജൻറ്റ് ഫോർ ദ സെയിൽ ഓഫ് പ്രോഡക്ട്സ് ഓഫ് ദ മെമ്പേഴ്സ്. അപ്പം മെമ്പേഴ്സിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ വിൽക്കാനായിട്ട് ഏജൻ്റായിട്ട് നിൽക്കുക. ടു മാനുഫാക്ചർ പ്രോഡക്ട്സ് ആസ് ഡിമാൻഡഡ് ബൈ ദ ഗവൺമെൻറ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം ഗവൺമെൻറ്റും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ ഡിമാൻഡ് അനുസരിച്ചുള്ള പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുക. ടു റേസ് ഇനഫ് ഫണ്ട് ഫ്രം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് അതർ ഏജൻസീസ് ടു സാങ്ഷൻ ലോൺ ടു മെമ്പേഴ്സ്. അപ്പം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും
മറ്റ് ഏജൻസി വഴികളിലും ഒക്കെ ഇവർക്ക് ലോൺസും മറ്റുമൊക്കെ പ്രൊവൈഡ് ചെയ്യുക, ഫണ്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ടു ഒബ്റ്റെയിൻ ഗ്രാൻറ്റ്സ് ആൻഡ് സബ്സിഡീസ് ഫ്രം ഗവൺമെൻറ്, ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നുള്ള ഗ്രാൻസും സബ്സിഡീസും ഒക്കെ ഇവരിലേക്ക് എത്തിക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആറ് കയർ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കയർ മാറ്റ് ആൻഡ് മാറ്റിങ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കയർ ഫൈബർ മാനുഫാക്ചറിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഹസ്ക്രറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, തൊണ്ടു വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി, കയർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കയർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് കയർ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി വരും, കയർ മാറ്റ് ആൻഡ് മാറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി വരും, കയർ ഫൈബർ മാനുഫാക്ചറിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഹസ്ക് റെറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, തൊണ്ടു വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി, കയർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പം ഇത്രയൊക്കെയാണ് ബേസായിട്ട് കയർ കോപ്പറേറ്റീവ്സിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം കയർ ഫെഡ് നമുക്ക് അടുത്ത പോർഷനായിട്ട് ജസ്റ്റ് നോക്കാം. പിന്നെ ഇതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് HDC ടെക്സ്റ്റിൻ്റെ ബേസിൽ തന്നെയാണ് ഈ നോട്ട്സ് തന്നേക്കുന്നത്. അപ്പം അഡീഷണൽ ആയിട്ടുള്ള പോയിൻറ്റ്സ് മറ്റ് വീഡിയോസിൽ നമുക്ക് ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കയർ സൊസൈറ്റീസ്, അത് ഏത് ടൈപ്പാണ്, അതേക്കുറിച്ചൊക്കെയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കിപ്പം PSC എക്സാമിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതും കൂടെയൊക്കെ പഠിക്കണം. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് എല്ലാം ഒന്നുകൂടെ നോക്കാം. അപ്പം കയർ കോപ്പറേറ്റീവ്സ് ആണ് കേരളത്തിൻ്റെ എക്കണോമിക് സെക്ടറിൽ വലിയൊരു പ്രാതിനിധ്യം വഹിച്ചത് കയർ ഇൻഡസ്ട്രിയാണ്. കയർ കോപ്പറേറ്റീവ്സ് 2 ടയർ സെറ്റപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ബേസ് ലെവലിൽ പ്രൈമറി കയർ കോപ്പറേറ്റീവ്സും അപ്പെക്സ് ലെവലിൽ വരുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷനും. അപ്പം കയർ കോപ്പറേറ്റീവ്സിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് പ്രൈമറി സൊസൈറ്റീസിൻ്റെ വരുന്നത് ബേസ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഓഫ് വർക്കേഴ്സിനെ ബേസ് ചെയ്തായിരിക്കും. അത് വേരി ചെയ്യും, ഫ്യൂ വാർഡ്സ് മുതൽ ഒരു വില്ലേജ് വരെയൊക്കെ വരാം. പ്രൈമറി കയർ കോപ്പറേറ്റീവ്സിൽ മെമ്പർഷിപ്പ് ഓപ്പൺ ആക്കിയേക്കുന്നത് കയർ വർക്കേഴ്സിനും ഒരു 10% ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ 10% സിമ്പതൈസേഴ്സിനും വരും. മാനേജ്മെൻറ്റ് ഓഫ് കയർ സൊസൈറ്റി വെസ്റ്റ് ചെയ്തേക്കുന്നത് റെപ്രസെൻറ്റേറ്റീവ്സ്, മെമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിൽ നിന്നാണ്. കയർ കോപ്പറേറ്റീവ്സ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1950-51 കാലഘട്ടത്തിലാണ്. ദ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അപ്പോൾ എയിം ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഓഫ് കയർ വർക്കേഴ്സാണ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എയിം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കയർ വർക്കേഴ്സിന് വേണ്ടി സ്പിന്നിങ് ഫാക്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, പിന്നെ ഈ തൊണ്ട് അഴിക്കാനായിട്ടുള്ള റെറ്റിംഗ് യാർഡ്സ് അത് സ്റ്റാർട്ട് ചെയ്യുവോ അല്ലെങ്കിൽ പാട്ടത്തിനെടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് അത് അവർക്ക് കയർ വർക്കേഴ്സിന് അതിൻ്റെ സേവനങ്ങളൊക്കെ കൊടുക്കുക. ടു പർച്ചേസ് ഓർ ഹയർ ടൂൾസ്, ഇംപ്ലിമെൻറ്റ്സ് ആൻഡ് മെഷീനറീസ് റിക്വയർഡ് ബൈ കയർ വർക്കേഴ്സ്. പിന്നെ കയറിയാണും മറ്റ് റോ മെറ്റീരിയൽസും ഒക്കെ പർച്ചേസ് ചെയ്ത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെ മെമ്പേഴ്സിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ സെയിൽ ചെയ്യാനായിട്ട് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുക. ഗവൺമെൻറ്റും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ചുള്ള പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുക. ടു റേസ് ഇനഫ് ഫണ്ട് ഫ്രം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് അതർ ഏജൻസീസ് ടു സാങ്ഷൻ ലോൺ ടു മെമ്പേഴ്സ്. പിന്നെ ഗവൺമെൻറ്റിൽ നിന്നുള്ള ഗ്രാൻറ്റ്സ് ആൻഡ് സബ്സിഡീസ് ഒക്കെ അവർക്ക് ഒബ്റ്റെയിൻ ചെയ്ത് കൊടുക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ വരുന്നത് കയർ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കയർ മാറ്റ് ആൻഡ് മാറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കയർ ഫൈബർ മാനുഫാക്ചറിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഹസ്ക്രറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, തൊണ്ടു വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കയർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പം വീഡിയോസൊക്കെ റിപ്പീറ്റ് ചെയ്ത് എല്ലാവരും കേട്ട് പഠിക്കുക. ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ പോർഷൻസ്, അതായത് കയറിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഇത് HDC ടെക്സ്റ്റിൻ്റെ ബേസിൽ മാത്രമുള്ള നോട്ടാണ്. അഡീഷണൽ ആയിട്ട് ഒരു പോയിൻറ്റും വന്നിട്ടില്ല. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മറ്റ് ടെക്സ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നിട്ടുണ്ട്, ചില പോയിൻറ്റ്സൊക്കെ വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ PSC കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് HDC ടെക്സ്റ്റ്, അങ്ങനത്തെ ടെക്സ്റ്റിലെ ബേസിൽ ആൻസേഴ്സ് വരാറ്. അപ്പോൾ നമുക്ക് ഇതിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.